ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ 4:30-ക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. മോള് 2-3 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളിന്ന് തിരിച്ച് പോവുമായിരുന്നേ. അപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ട് അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവളിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണേ, അവളും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. അപ്പോൾ പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറുപ്പേരും മത്തി പൊരിച്ചതും മാങ്ങച്ചാറും പിന്നെ കൂന്തൽ റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കൂടിയിട്ട് ഇല ഇതുപോലെ വാട്ടിയിട്ട് അതിൽ ഒരു പൊതിച്ചോറ് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 5:30 ആകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ആളിതുവരെ എണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവളെ പോയി വിളിച്ചിന്ന് പോണില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ വേഗം എണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആളിന്നിട്ട് കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാമ്പാർ ഇതുപോലെ ഒരു ബോട്ടിലാക്കി കൊടുത്തു. പിന്നെ അങ്ങനെ അവളെ ഒരുക്കൊക്കെ കഴിഞ്ഞു. ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ദോശ തന്നെ കഴിച്ചോളും, ചായ ഒന്നും മുഴുവനായിട്ട് കുടിച്ചിട്ട് തന്നെ ഇല്ല. പിന്നെ ഇത്രയും നേരത്തെ പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കാനുള്ളൊരു മൂഡും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഏട്ടൻ എരമംഗലത്തേക്ക് വിട്ടുകൊടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ആൾക്കും പോകാനായി. 7:30-ക്ക് അച്ചുവിന് പോകണം. അപ്പോഴേക്കും അവൻ്റെ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. എന്നിട്ട് അവനെ വേഗം വിളിച്ചു. അപ്പോൾ ഇന്ന് ആൾക്ക് മൂഡൊന്നുമില്ല, കാല് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ആങ്ങളും പെങ്ങളും കൂടിയിട്ട് നല്ല അടി ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ അതിൽ ഇടപെടാനേ പോയില്ല. 19 വയസ്സും 15 വയസ്സുള്ള ആൾക്കാരല്ലേ, ചെറിയ പിള്ളേരൊന്നുമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ. താങ്ക് യു.